ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാക്കിയ നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, മെമോ പാഡാണ്. ഇതിൽ ബട്ട് ഇത്ര ഡിഫറൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കുറോമിയുടെ പിക്ചേഴ്സ് ഞാൻ എല്ലാ മെമോ പാഡ്സിലും എല്ലാ പേജിലും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാ പേപ്പറിലും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഇത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സംഭവം ഒരു പിക്ചർ ഇൻസ്പയർഡായിട്ടാണ് ചെയ്തത്, ഒരാളുടെ ഇൻസ്പയർഡായിട്ട്. അത് നീനു ഷാജിയുടെയാണ്. ഞാനത് ആ പിക്ക് കിട്ടുവാണെങ്കിൽ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അനിയൻ വന്ന് ഫ്രഞ്ച് ഫ്രൈസ് തന്നിട്ട് പോയത്. അപ്പോൾ അതും കഴിച്ചിട്ടാണ് ചെയ്തത്. ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നെയിം സ്ലിപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ബട്ട് എഡിറ്റ് ചെയ്തപ്പോൾ എല്ലാം കൂടി എനിക്ക് ചേർക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നെയിം സ്ലിപ്പ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഇട്ടുണ്ട്. ഇനി പെയിൻ്റല്ല, വാട്ടർ കളർ. ഇതും കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഔട്ട്ലൈൻ ചെയ്യേണ്ടെന്നായിരുന്നു, ബട്ട് ഞാൻ ചെയ്ത് പോയി. ബട്ട് ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചെയ്തില്ലെങ്കിലാണ് ഭംഗി. അപ്പോൾ ഈ നെയിം സ്ലിപ്പാണ് നമ്മൾ കാണുന്നത്. അതിന് ഞാൻ A4 പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നോട് പറയാനുള്ളതെന്ന് പറയുമ്പോൾ, A4 പേപ്പറിനൊക്കെ അത്യാവശ്യം എനിക്ക് പറയാനുള്ളത്, A4 പേപ്പറിനൊക്കെ അത്യാവശ്യം വിലയും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ A4 പേപ്പർ വേസ്റ്റ് ആക്കരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് രണ്ട് രീതിയുണ്ട്. ഒന്നെങ്കിൽ ഇങ്ങനെ വരച്ചിട്ട് ചെയ്യാം, ഒന്നെങ്കിൽ ഇങ്ങനെ കവായ് സ്റ്റിക്കേഴ്സൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ കവായ് സ്റ്റിക്കറൊക്കെ പോലത്തെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഐഡിയ പറഞ്ഞുതരാം. ഇങ്ങനെ 5 രൂപയുടെ സ്റ്റിക്കേഴ്സൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ ഒട്ടിച്ചാലും ഭംഗിയൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ കവായ് സ്റ്റിക്കർ മാത്രം ഒട്ടിച്ചാലേ ഭംഗി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കേണ്ട. നെക്സ്റ്റ്, ബാക്ക് പെൻ. ഇത് എന്ന് പറയുമ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതുവരെ എനിക്ക് തോന്നാത്തൊരു ഐഡിയ ആയിരുന്നു. ഇതും നീനു ഷാജി തന്നെയാണ്. സത്യത്തിൽ ഇത് ഞാൻ ഇൻട്രസ്റ്റിലും കണ്ടിട്ടുണ്ട് ഗൈസ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം, കാരണം ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. സംഭവം, നിങ്ങൾക്ക് വേണ്ട ഒരു ക്യാരക്ടർ വരച്ചെടുക്കുക, ദെൻ ഫ്രണ്ടിലും ബാക്കിലും ട്രാൻസ്പെറൻറ്റ് പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു പിന്ന് വയ്ക്കുക, ഒരു പേപ്പർ ഉള്ളിൽ കൂടി വെച്ചിട്ട് ഒട്ടിക്കാം. എന്നിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു സെലോ ടൈപ്പും കൂടി ഒട്ടിക്കാം. അപ്പോഴേക്കും സെറ്റാവും. ഞാൻ പുറകിൽ ഒട്ടിക്കാറുണ്ടെങ്കിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പറയാണ്ട് നേരെ ബാക്കിൽ കൊണ്ടേ പിൻ ചെയ്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ പൗച്ചിലായാലും വെക്കാം. മൊത്തത്തിൽ ഏത് പേപ്പറിലും ഒരു പിൻ കുത്തിക്കയറ്റി വെച്ചിട്ട് കൊണ്ടുപോയി പിൻ ചെയ്ത് വെച്ചാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം ഉണ്ടാക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി 2 ഉണ്ടാക്കി കൊണ്ടുപോയാൽ നല്ലത്, അല്ലെങ്കിൽ അവർ അടിയുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എൻ്റെത് എവിടെയെന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. എൻ്റെത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് പറയുക ഗൈസ്. എൻ്റെത് ഞാൻ ഇപ്പം തന്നെ നിങ്ങളെ കാണിച്ചു തരാവുന്നതാണ്. കാണിച്ചു തരാം ഗൈസ്. നോക്കൂ ഗൈസ്, ഇതാണ് എൻ്റെത്. ഇത് കുറോമിയാണ്. ഞാൻ ഫസ്റ്റ് വരച്ചു തന്നപ്പോൾ കുറോമി ആയിരിക്കും ബോറെന്ന് വിചാരിച്ചാണ്, ബട്ട് കുറോമി എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനത് ഒട്ടിച്ച് വെച്ചു. അടുത്തത് പെൻസിൽ ടോപ്പറാണ്. പിന്നെ ബ്ലൂ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ എനിക്കൊരു എൻജോയ്മെൻറ്റും ആവുമല്ലോ. അപ്പോൾ അതത്രയുള്ള ഇടയ്ക്ക് നെയിം സ്ലിപ്പ് പറന്ന് പോയി. പിന്നെ ഞാൻ ഇങ്ങനെ വെച്ചു. പെൻസിൽ ടോപ്പർ ഉണ്ടാക്കാനായിട്ട് ഒന്നെങ്കിൽ ഒരു കട്ടിയുള്ള പേപ്പർ എടുക്കാം, ഇവരെ ശരിയായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ ഡ്രോയിങ് ബുക്കിൻ്റെ ബാക്ക് പേജിൽ നിന്നാണ് കീറെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വരക്കാത്തൊരു ഡ്രോയിങ് ബുക്ക് എടുത്താൽ മതി, അല്ലാണ്ട് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയ ഡ്രോയിങ് ബുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിലും കവർ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പിന്നെ പുറകിൽ ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് പേപ്പർ കൊണ്ടിട്ട്. എന്നിട്ട് അത് ഈ കവർ സ്റ്റിക്കറിൻ്റെ ഈ സംഭവത്തിലേക്ക് ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഈ പെൻസിൽ ടൈറ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടാൽ മനസ്സിലാകും, പറയുമ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നില്ല, എന്നാലും കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ കവായ് കുറോമി നോട്ട് പാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണങ്ങുന്ന ടൈം കൊണ്ടാണ് ഞാൻ നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയത്, റെഡി ആയിട്ടുണ്ട്. അത് എഴുതാനായിട്ട് എനിക്ക് മനസ്സാക്ഷി ഉണ്ടായിരുന്നില്ല, എനിക്ക് എഴുതാൻ തോന്നിയില്ല മിസ്, അതുകൊണ്ടാണ്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് ഇനിയും ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു ടൈം ടേബിൾ. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഉണ്ടാക്കും. അതായിട്ട് കാണിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു അഗൈൻ ഗൈസ്.